എനിക്ക് സങ്കടം തന്നെ, എനിക്ക് സങ്കടമാണ് അത് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടി ഇരിക്കുക. ഇത് ഫസ്റ്റ് പാർട്ടാണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കൊണ്ടൊരിക്കലും ആക്ടിവേഷൻ സംഭവിക്കത്തില്ല. യോഹന്നാനി അതല്ലേ സംഭവിച്ചത്. യോഹന്നാനാണ് ആദ്യം കണ്ടത് 21:7 എന്താണ്? അത് കർത്താവാണ്. പക്ഷേ പുള്ളിക്കാരൻ അവിടെ തന്നെ ഇരുന്ന്. അതാണ് കുഴപ്പം. ഇന്നത്തെ വിശ്വാസികളുടെ ഒരു 90% അവസ്ഥ അതാണ്. യേശു കർത്താവാണെന്ന് അറിയാം, അവിടെ തന്നെ ഇരിക്കും. യേശു കർത്താവാണെന്നറിയാം. ഉടമ്പടിയുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു കർത്താവാണെന്ന് നിന്നെ അറിയിക്കുകയും പിന്നെ എന്തു ചെയ്യും? ദൈവം അവന് മരിച്ചുവെന്ന് ഉയർപ്പിച്ചു എന്നുള്ള വിശ്വാസത്തിന് ചുമ്മാ പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് യാക്കോബ് 2:17 അനുസരിച്ചുകൊണ്ട് വിശ്വാസം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെടുന്നത്. അതെന്നുവെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യമാണ്. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ ചെയ്യുന്ന ഉടമ്പടി പ്രകാരമുള്ള യേശുവിന്റെ നാമത്തിലുള്ള എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കർത്താവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യമാകുകയാണെന്നുള്ള ആഴമായ ബോധ്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ യേശുവേ നന്ദി. അതിനെ ഈ കൂട്ടത്തിൽ നിന്ന് ചാടിപ്പോന്നില്ലേ? യേശു കർത്താവാണെന്നുള്ള അറിവ് കിട്ടിയപ്പോൾ ഉടനെ പത്രോസ് ചാടിപ്പോന്നില്ലേ? കടലിലൂടെ നീന്തി കയറി പോകുന്ന ആദ്യമേ എത്തി. ഈ ആദ്യമേ എത്തണം, അതൊക്കെ സീരിയസ് വിഷയമാണ്. ആദ്യമേ എത്തുമ്പോൾ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണ് അത്? മറ്റുള്ളവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നീ ഇവരെക്കാൾ അധികമായി. അതാണ് പ്രശ്നം. അതെന്നും പ്രശ്നം തന്നെയാണ്. 21:15 വായിച്ചോളൂ. യോഹന്നാന്റെ സുവിശേഷം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യത്തിനാണ് പത്രോസ് അതാണ് ചെയ്തത്. ആ 11 പേരും ആ വള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. 10 പേര് ആ വള്ളത്തിൽ തന്നെ ഇരിക്കുകയാണ്. ആ 10 പേരിലാണ് പത്രോസ് ചാടിപ്പോകുന്നത്. അത് കണ്ടിട്ടാണ് ചോദിക്കുന്നത്, ഇവരെക്കാൾ അധികമായി. ഇപ്പം നിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അന്ത്യം വരെ കാണുന്ന ആളാണ് ദൈവം. അവസാനത്ത് ആദ്യത്തെ ഭാഗമൊക്കെ നല്ലതായിരിക്കാം, അന്ത്യഭാഗമാണ് പ്രശ്നം. മനസ്സിലായില്ലേ? നീ ഉടമ്പടിയുടെ ആദ്യ ഭാഗമൊക്കെ ഭയങ്കര വീരശൂര പരാക്രമം കാണിക്കും. ആ 90 ദിവസം ആകുമ്പോൾ നീ വെറുതെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയായിട്ട് മാത്രം ഈ സാധനം അവസാനിപ്പിക്കും. പക്ഷേ പ്രവർത്തനമില്ല, ദാനധർമ്മങ്ങളില്ല, രോഗി സന്ദർശനമില്ല. ഈ അന്ത്യഭാഗങ്ങൾ ആദ്യ ഭാഗങ്ങളെപ്പോലെ തന്നെ അന്ത്യഭാഗങ്ങളും ഇപ്പം 10 ദിവസത്തിന് മാർക്ക് കിട്ടാൻ കാര്യം അതാണ്. എന്താണ്? യോഹന്നാൻ വക്ഷസിൽ കിടന്നോ അന്ത്യത്താഴത്തിൽ അല്ലേ? പിന്നെ കുരിശുമരണത്തിൽ കർത്താവിൻ്റെ കുരിശ് ചുവട്ടിൽ വന്നു. പക്ഷേ അന്ത്യഭാഗം യോഹന്നാന് പാളിപ്പോയി. അത് ഒരു 10-50 മാർക്കിൻ്റെ ഒറ്റ ക്വസ്റ്റ്യൻ ആയിരുന്നു. യോഹന്നാൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ചെയ്തെങ്കിലും അവസാനം ഒരു 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ യോഹന്നാൻ്റെ കയ്യിൽ നിന്ന് പോയി. അതുകൊണ്ട് എന്താ പറ്റിയത്? അധികാരം, താക്കോല് പത്രോസിന് കിട്ടി. എന്താ കാര്യം? അവൻ്റെ അന്ത്യഭാഗം കറക്റ്റായിരുന്നു. വെളിപാടിൻ്റെ പുസ്തകം 2:19 വായിച്ചേ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന. വെളിപാട് 2:19. നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ
ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ആ വചനം വായിച്ചു തരാം. ഒന്നിനു വായിച്ചു തരാം. ഒന്ന് പറഞ്ഞേ, വെളിപ്പാട് 2:19 വായിച്ചേ. നിന്റെ പ്രവൃത്തികളും, ഏറ്റു പറഞ്ഞേ, നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. ഇതാണ് ഇവിടെയാണ് പ്രശ്നം. അവസാന പ്രവർത്തനങ്ങളെ യോഹന്നാൻ്റെ എല്ലാ കാര്യവും കർത്താവ് കണ്ടതാണ്. വക്ഷത്തിൽ കിടന്നതാണ് ആള്. അന്ത്യത്താൾ സമയത്ത് നിന്നെ ഒറ്റ കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചതാണ്. അനുസരണം കൂടെ വന്നതാണ്. അതിനുശേഷം കുരിശിന് ചുവട്ട് നിന്നതാണ്. ഇത്രയും കാര്യം ഓക്കെയാണ്. പക്ഷേ അവസാനം വന്നപ്പോൾ പാളിപ്പോയി. അവസാനം എന്താണ്? അത് കർത്താവാണെന്ന് പറഞ്ഞ് വള്ളത്തെ തന്നെ ഇരുന്ന് പോയി പാവപ്പെട്ടവൻ. ചാടി കടലിൽ വീണത് നീന്തി കയറി കർത്താവിൻ്റെ അടുത്ത് ആദ്യം ചെന്നവനാണ് താക്കോല് കിട്ടുന്നത്. എന്താ കാര്യം? അവൻ്റെ അവസാന പ്രവർത്തനങ്ങൾ വിജയിച്ചു. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങേ സാക്ഷ്യം വഹിക്കാനുള്ള എൻ്റെ മിഷൻ ചൈതന്യം അന്ത്യം വരെ അഭിഷേകപൂരിതമാകാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഇരിപ്പുകാരത്തേക്ക് യോഹന്നാൻ ഇപ്പോൾ വള്ളത്തിൽ തന്നെ ഇരിക്കുകയല്ല ചെയ്തത്. ഇതുപോലെ ഇരുന്ന് പണിമേടിച്ച ഒരാളുണ്ട് ബൈബിളിൽ. ആരാണെന്നറിയാമോ? ബെഥനിയിലെ മറിയം. മേരി മാഗ്ദലനല്ല, അത് മഗ്ദലനിലെ മറിയമാണ്. ലാസറിൻ്റെ പെങ്ങളെ ബെഥനിയിലെ മറിയമാണ്. ആ പാർട്ടി ഇരുന്ന് പണിമേടിച്ച ആളാണ്. എപ്പോഴും ഓർത്തേക്കണം, നിങ്ങൾ ഇങ്ങനെ ഇരുന്നെന്ന് പറയുമ്പോൾ ഇരുന്ന് ജപമാല ചൊല്ലുക, ഇരുന്ന് പ്രാർത്ഥിക്കുക, വല്ല കുഴപ്പമുണ്ട്. പക്ഷെ പണിമേടിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്താ കാര്യം? നമ്മൾ അത് കർത്താവാണെന്ന് പറയുന്ന അധരം കൊണ്ട് ഏറ്റു പറയണത് കറക്റ്റാണ്. പക്ഷേ അതേസമയം തന്നെ ദൈവം അവന് മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നതിന് ഇറങ്ങി പ്രവർത്തിക്കാത്തോളം കാലം ഉടമ്പടിയുടെ സ്പീഡുണ്ടാകത്തില്ല. ഉടമ്പടി ലക്ഷ്യം ഫ്ലോപ്പാകാൻ സാധ്യതയുണ്ട്. ഈ നിങ്ങൾ 10:39 ലൂക്കാൻ്റെ സുവിശേഷം എന്താണ്? കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് ഇപ്പോൾ വചനം വായിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരെയും വചനം വായിക്കും, പക്ഷെ നടപ്പിൽ വരത്തത്തില്ല. വചനം വായിക്കുന്നതിന് ഒരു പഞ്ഞുമില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ വചനം എഴുതണവരുണ്ട്. ഒരു ജന്മം മുഴുവനും വചനം 3 ബൈബിളൊക്കെ എഴുതുന്ന ആൾക്കാരുണ്ട്. എഴുതണതും വായിക്കണതുമല്ല, അത് ഫസ്റ്റ് ഹാഫാണ് സാധനം. ഇത് എക്സിക്യൂട്ട് ചെയ്യണം, വചനം നടപ്പിൽ വരുത്തണം. മറിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾക്ക് ലാസ്റ്റിൻ്റെ 2 പെങ്ങന്മാരാ. ഒന്ന് മറിയം എന്താണ്? കർത്താവ് പറയണ വചനം കേട്ടോണ്ടോ, ഇനി വചനം എഴുതിക്കൊണ്ടോ, വചനം വായിച്ചോണ്ടോ അവിടെ തന്നെ ഇരുന്ന്. ഈ ഇരിപ്പുകാർ ഭയങ്കരമാണ്. ഇരിപ്പുകാർ എന്നും ഇരിപ്പുകാരായിരിക്കും. ലാസർ മരിച്ചില്ല എൻ്റെ ഇടയ്ക്ക്. കുടുംബത്തിൻ്റെ ആണും പോയി, തുണയും പോയി, താങ്ങും പോയി. മറിയത്തിൻ്റെ ഐസി പൊട്ടിപ്പോയി. ഇരിപ്പുകാരുടെ അവസ്ഥ കണ്ട. അത് തിരിച്ചു വരുമ്പോൾ നമ്മൾ വായിക്കാൻ പറ്റും. 11:20 യോഹന്നാൻ്റെ സുവിശേഷം. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. ചമ്മന്തി അരിച്ച പാർട്ടിയാണ് ഇപ്പം ചാടി മുമ്പിൽ വീണിരിക്കണത്. കണ്ടില്ലേ? കളിമാറണം കണ്ടില്ലേ? എന്താ പറയണത്? യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മാർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. പുറത്തേക്ക് വന്നതാരാണ്? മാർത്തായാണ്. മറ്റത് മിണ്ടാമടത്തിൽ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ മിണ്ടാമടം തെറ്റാണെന്ന് ഞാൻ പറയണില്ല, പക്ഷേ അത് ഫസ്റ്റ് ഹാഫ് മാത്രമാണ്. യു മസ്റ്റ് ആക്ട്. അത് വേറെ ഒരു വിഷയമാണ്. കാരണം യേശു കർത്താവാണെന്ന് പറയണത് ഒരു യേശു കർത്താവാണ്. അതിൻ്റെ 10:9 രക്ഷ കരഗതമാകുന്നതിൻ്റെ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ സെക്കൻഡ് ഹാഫ് എന്താണ്? ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചു. അതിനെന്ത് ചെയ്യണം എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. അതിനെന്ത് ചെയ്യണം? യാക്കോബ് 2:17 വിശ്വാസം പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത്. പ്രവൃത്തിയില്ലാത്തുള്ള കാലം
പ്രാർത്ഥന മാത്രമാണെങ്കിൽ പണി കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ആ പണി കിട്ടിയ ആളാണ് മറിയം. മറിയത്തിന് എന്താ പണി കിട്ടിയിട്ട് നോക്കിയേ, ആ വായിച്ചേ 11:20 വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ യേശു വരുന്നെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. അത് വല്ല കാര്യമുണ്ടാ പറയാൻ? അത് എഴുതി വെച്ചിരിക്കുന്ന അവിടെ. വീട്ടിൽ ഇരുന്നത് പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിൽ തന്നെ ഇരുന്നത് പറയേണ്ട കാര്യമില്ലല്ലോ. മർത്ത ചെന്നെന്ന് പറഞ്ഞാൽ മതില്ലേ, നല്ല കാര്യം പറഞ്ഞാൽ പോരെ, എന്തിനാ മോശം കാര്യം പറയണേ? പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് പറയണത്. മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ ധരിക്കരുത്. പുറത്ത് ഇറങ്ങി വരണം. പുറത്തിറങ്ങി വന്നുള്ള ഗുണം എന്താണ്? മാർത്തായോട് എന്താ പറഞ്ഞത്? മറിയത്തിന് കൊടുക്കുക. ഈ വചനം മുഴുവൻ പണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്നപ്പോഴേ കേട്ടോണ്ടിരുന്ന ആരാണ്? മറിയം. പക്ഷേ മറിയത്തിന് ആ വചനം പ്രയോജനപ്പെട്ടില്ല. മറിയം കേട്ടു എന്നുള്ള കാര്യം സത്യമാണ്, വിശ്വസിച്ചില്ല. ഹെബ്രായർ 4:2 ശ്രുതികട്ടെ ഹല്ലേലൂയ. അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. കാരണം അവർ അത് വിശ്വസിച്ചില്ല. മറിയം അത് വിശ്വസിച്ചിട്ടില്ല, കേട്ടോണ്ടിരുന്നെന്ന്. ഈ വായിക്കുന്ന പല ആൾക്കാരും വചനം വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. വായിക്കാത്തവൻ വചനം നടപ്പിൽ വരുത്തുന്നുണ്ടെങ്കിൽ അവനാണ് വിശ്വാസി. ഇവിടുത്തെ കുറച്ച് വിഷയമുണ്ട്. ഇതിൻ്റെ അകത്ത് ശരിക്കും ഒരു വിഷയമുണ്ട്. ഉടമ്പടി ചെയ്യുന്ന പ്രാർത്ഥനയാണ്, ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താ സംഭവിക്കാൻ പോണത്? യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെളിപാടെന്താണ്? ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. ഇതിനേക്കാൾ വലിയ വെളിപാടുണ്ടോ? ഞാനാണ് ജീവൻ, ഞാനാണ് പുനരുദ്ധാനം എന്നല്ലാതെ യേശുവിൻ്റെ ഇതിനേക്കാൾ വലിയ വെളിപാടുണ്ടോ? ഈ വെളിപാട് ആർക്കാ കിട്ടിയത്? 11:25 യോഹന്നാന്റെ സുവിശേഷം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ. യേശു അവളോട് പറഞ്ഞു. ആരോട്? മാർത്തായോട്. എന്താ പറഞ്ഞത്? ഞാനാണ് പുനരുദ്ധാനവും ജീവനും. ഇത് മറിയത്തോട് പറയേണ്ടതായിരുന്നു. കാര്യം ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വെളിപാടാണ്. പത്രോസിനെ കിട്ടിയതിനേക്കാളും യോഹന്നാനെ കിട്ടിയതിനേക്കാളും ഏറ്റവും വലിയ വെളിപാടാണ്. എന്താണ്? ഞാനാണ് പുനരുദ്ധാനവും ജീവനും. ഇതെന്തിനാണ്? ഇത് മറിയത്തിന് കിട്ടേണ്ടതാണ്. കാര്യം മറിയത്തിനാണ് സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അക്കാഡമിക് സർട്ടിഫിക്കറ്റ് കൊടുത്തല്ല ഈശോ അന്ന് വന്നപ്പോൾ. നല്ല കാര്യം തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? നല്ല കാര്യം തിരഞ്ഞെടുത്തു. പക്ഷേ നല്ല കാര്യം തിരഞ്ഞെടുക്കുന്നതും അത് നടപ്പിൽ വരുത്തുന്നതും 2 കേസാണ്. നല്ല കാര്യം തിരഞ്ഞെടുത്തെന്നേ പറഞ്ഞുള്ളൂ ഈശോ, അത് നടപ്പിൽ വരുത്തിയെന്ന് പറഞ്ഞില്ല. തിരഞ്ഞെടുത്ത ആളല്ല നടപ്പിൽ വരുത്തിയിരിക്കണത്. അതാരാണ്? അത് അന്ന് കഞ്ഞിയും കപ്പിയൊക്കെ ഉണ്ടാക്കാൻ പോയ കക്ഷിയില്ലേ, അതിൻ്റെ ഇടയ്ക്ക് കൂടി ഒരു തല കാണിച്ച് ചെവി കാണിച്ച് കർത്താവിൻ്റെ വചനം അയാളാണ് ചാടി ആദ്യം വന്നത്. ആങ്ങളെ മരിച്ചാലും അതായത് ഉള്ള തൂണും തുണയും നഷ്ടപ്പെട്ടാലും അവൾ പറയുന്നൊരു വാക്കുണ്ട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ല. ഐ നോ ഇറ്റ്. അത് വചനത്തേക്കാൾ ഉപരി നിന്നുള്ള സ്നേഹത്തിൽ ഞാൻ മനസ്സിലാക്കിയ സത്യമാണ്. അതുകൊണ്ട് ആണ് ഈശോ, നോക്കൂ അവൻ അവരെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന്. യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കിയ ഒരാളാണ് മാർത്ത. യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നവൻ അത് പ്രഖ്യാപിക്കാൻ ആദ്യമേ വരും. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അപ്പോൾ യേശു പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയർത്തി നിൽക്കും. അപ്പോഴും വചനം കേൾക്കാതിരുന്ന അന്ന് ഭക്ഷണപാനീയങ്ങൾ ഉണ്ടാക്കാൻ പോയ മാർത്ത പറയവേ, അന്തിമ നാളിൽ, ഐ നോ ഇറ്റ് മൈ ലോർഡ്, അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തി നിൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറഞ്ഞു, ഐ ആം ദ ലൈഫ് ആൻഡ് റിസറക്ഷൻ. അതാരോട് പറഞ്ഞു? മാർത്തായോട് പറഞ്ഞു. ആരാണ് ഇറങ്ങി പുറപ്പെടുന്നത്?
ആരാണ് ആദ്യം വിശ്വാസം പ്രഖ്യാപിക്കുന്നത്? ആരാണ് തൻ്റെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് വിശ്വാസത്തെ നീതീകരിക്കുന്നവന്? അവൻ കർത്താവ് അവനെ വിളിക്കും, കർത്താവിന് വെളിപ്പെടുത്തും. ഞാൻ സ്നേഹിക്കുന്നവന് എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിലെ 21:17. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും ഇത് പറഞ്ഞേ, എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കും. എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഈശോ ആർക്കാണ് വെളിപ്പെടുത്തിയത്? മാർത്തായിക്ക്. എന്താണ് അങ്ങനെ വെളിപ്പെടുത്താൻ കാരണം? മാർത്ത, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നെന്ന് മാർത്ത പറയേണ്ടത് ഇറ്റ് വാസ് ഔട്ട് ഓഫ് ലവ്. കർത്താവിൻ്റെ സ്നേഹത്താൽ, ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ചാകത്തില്ല, ഞങ്ങൾ ജീവിക്കുമെന്ന് പ്രഖ്യാപിക്കാൻ കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഓരോ പ്രവർത്തനങ്ങളും ഓരോ സാക്ഷ്യങ്ങളാണ്. ഓരോ സാക്ഷ്യങ്ങളും നമുക്ക് നൽകുന്നത് ദൈവസ്നേഹമാണ്. ഈ ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ചാണ് വെളിപാടുകൾ, ഓരോ വഴികൾ, പോം വഴികൾ തെളിഞ്ഞ് വരണത്. ഇപ്പം ചില പറഞ്ഞില്ലേ, അച്ഛാ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. കാരണം അച്ഛൻ്റെ ധ്യാനം, ഉടമ്പടി ധ്യാനം കൂടിയപ്പോഴേ ഞങ്ങൾക്ക് വെയിറ്റ് ആൻഡ് സീ ഹൗ ഗുഡ് ഈസ് ദ ലോഡ് എന്ന് അച്ഛൻ പറഞ്ഞു തന്നു. ഞാൻ ഓർക്കണില്ല, പണ്ടെങ്കോ പറഞ്ഞതാണ്. ഈ വചനത്തിനിടയ്ക്ക് വരുന്നതല്ലേ. പക്ഷെ അവർക്ക് അതിൽ നിന്നൊരു മെസ്സേജ് കിട്ടി. എന്താണ്? അവർ പ്രോസസ്സിങ്ങിന് വെയിറ്റ് ചെയ്യാൻ. ഇപ്പോൾ പൈസ കൊടുക്കണ്ട, അതാണ് സംഭവം. ഇപ്പോൾ പൈസ കൊടുക്കണ്ട, വെയിറ്റ് ചെയ്യാൻ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, എന്നെ സ്നേഹിക്കുന്നവനെ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. എൻ്റെ ദൈവപൈതലെ, കടം, രോഗം, ജീവിതം, ജോലി, യാത്ര, അല്ലെങ്കിൽ ഭാഗ ഉടമ്പടി, നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ കഴിയാണ്ട് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ദൈവത്തിൻ്റെ സ്നേഹത്തെ വർദ്ധിപ്പിച്ചിരിക്കുമ്പോൾ ഈ 14-21 വർക്കൗട്ട് ചെയ്യും. എന്താണ് വർക്കൗട്ട് ചെയ്യണത്? ഞാൻ സ്നേഹിക്കുന്നവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ വെളിപാടുകൾ വ്യക്തിപരമായി സ്വീകരിക്കാനുള്ള എളുപ്പ വഴിയെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ്. ഗലാത്യർ 4:5-6. ശ്രുതികട്ടെ. ഗലാത്യർ 5:6. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഒന്നിനു വായിച്ചേ, ഒന്നിനു പറഞ്ഞേ. സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഗലാത്യർ 5:6. ദൈവസ്നേഹത്തിലൂടെ പിന്നെന്ത് ചെയ്യണം? പ്രവർത്തന നിരതമായിരിക്കണം. ഉടമ്പടി നിങ്ങളെ പ്രവർത്തന നിരതമാക്കും. ഉടമ്പടി എടുത്തിട്ട് ഈ കല്ലറൽ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ പണിയാകാൻ സാധ്യതയുണ്ട്. കാര്യം എന്താ? ഗലാത്യർ 5:6 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ, സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയോടുള്ള സ്നേഹം പ്രവർത്തനങ്ങളിലൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങയുടെ വെളിപാടുകൾ കിട്ടും വരെ ഉടമ്പടിയിൽ വളരാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. മഹത്വം, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.